KPCC-യിൽ തമ്മിലടി തന്നെ. ഞാൻ പറഞ്ഞത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയിൽ തമ്മിലടി രൂക്ഷമാണ്. ഇന്ന് ചേരാനിരുന്ന രാഷ്ട്രീയകാര്യ സമിതി യോഗം ഈ തമ്മിലടി കാരണം മാറ്റിവെച്ചു. തമ്മിലടിക്ക് മധുരമനോഹരമായ ഒരു വ്യാഖ്യാനം KPCC ആസ്ഥാനത്ത് നിന്ന് പുറത്ത് വരുന്നുണ്ട്. അതിന് CPM-ൻ്റെ ഭാഷയിൽ, അല്ലെങ്കിൽ CPM-നെതിരെയാണെങ്കിൽ പറയും ക്യാപ്സൂളാണെന്ന്. ഇത് ക്യാപ്സൂളല്ല, ഇത് ഒരു മധുരമനോഹരമായ വ്യാഖ്യാനം വരികയാണ്. അത് മറ്റൊന്നുമല്ല, നേതാക്കൾ സ്ഥലത്തില്ല എന്നാണ് ആ കാരണം. നേതാക്കൾ സ്ഥലത്തില്ലാത്തതുകൊണ്ടാണ് KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേരാത്തത് എന്നാണ്. എന്നാൽ പരസ്യമായ രഹസ്യം മറ്റൊന്നാണ്. വയനാട് ട്രഷററായിരുന്ന NM വിജയൻ്റെ ആത്മഹത്യ ഉണ്ടാക്കിയ കോളിളക്കം കോൺഗ്രസിനെ ആകെ ആട്ടി ഉലച്ചിട്ടുണ്ട്. അവരുടെ അടിവേരിറക്കുന്ന തരത്തിലാണ് ആ കത്തുകൾ പുറത്തു വന്നതും പോലീസ് അന്വേഷണം നടക്കുന്നതും MLA-ക്കെതിരെ FIR ഇട്ടതുമൊക്കെ അവരുടെ അടിവേരിറക്കുന്നതാണ്. ഇന്നത്തെ രാഷ്ട്രീയകാര്യ സമിതി യോഗം നടന്നാൽ ഇത് ചർച്ചയാകും. ചർച്ചയായാൽ ഇതിനകത്ത് നേതാക്കൾ തമ്മിൽ പൊരിഞ്ഞ അടി നടക്കും. രാഷ്ട്രീയകാര്യ സമിതിയിലുള്ള നേതാക്കൾ തമ്മിൽ തന്നെ അടി നടക്കും. കാരണം വയനാട് നടന്നത് ഒരിക്കലും കോൺഗ്രസ് പാർട്ടിയിൽ നടക്കാൻ പാടില്ലാത്ത വിധത്തിലുള്ള അഴിമതിയാണ് എന്ന് പൊതുജനം ധരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ആണ് ഇന്ന് ചർച്ച മാറ്റിവെച്ചത്, വേണ്ട എന്ന് വെച്ചത്. കാരണം എന്താണ്? രാഷ്ട്രീയകാര്യ സമിതി കൂടിയാൽ വയനാട് വിഷയം ചർച്ചയ്ക്ക് വരും, അവിടെ തമ്മിലടി നടക്കും. അതുമാത്രമല്ല, പുനഃസംഘടനയെക്കുറിച്ച് ചർച്ച വരും. അവിടെയും സതീശനും രമേശനും ഒക്കെ കൂട്ടയടി ആകും. അതുകൊണ്ടാണ് രാഷ്ട്രീയകാര്യ സമിതി യോഗം വേണ്ട എന്ന് വയ്ക്കാൻ കാരണമായത് എന്നതാണ് പച്ച പരമാർത്ഥം. എങ്കിലും നേതാക്കൾ സ്ഥലത്തില്ല എന്നതാണ് വിശദീകരണം. ഇനി നേതാക്കൾ എവിടെയൊക്കെയാണ് ഉള്ളത്? അവർ ഓൺലൈനായി പങ്കെടുക്കാൻ സന്നദ്ധത അറിയിക്കുകയും ചെയ്തിരുന്നു. K. സുധാകരനുള്ളത് കണ്ണൂരാണ്, VD സതീശനുള്ളത് മലപ്പുറത്താണ്, രമേശ് ചെന്നിത്തലയുള്ളത് മാവേലിക്കരയാണ്, ശശി തരൂരിനെ പോലുള്ള MP-മാരൊക്കെ ഉള്ളത് ഡൽഹിയിലാണ്. കാരണം AICC-യുടെ പുതിയ ആസ്ഥാന മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം 15-ാം തീയതി നടക്കുകയാണ്. അപ്പോൾ അവിടെ MP-മാരൊക്കെ വേണം. അതുകൊണ്ടാണ് MP-മാരൊക്കെ അവിടെ തങ്ങുന്നത്. എന്നാൽ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നിട്ടും VD സതീശൻ പ്രധാനപ്പെട്ട 2 പരിപാടികളിൽ പങ്കെടുത്തില്ല. ഒന്ന് KPCC യോഗത്തിന് തന്നെയാണ്. KPCC അധ്യക്ഷൻ വിളിച്ചു ചേർത്ത യോഗത്തിന് പങ്കെടുക്കാതെ കറങ്ങി നടന്നു, നഗരത്തിൽ അങ്ങിങ്ങായി കറങ്ങി നടന്നു. വേറൊന്നുമല്ല, നിയമസഭാ പുസ്തകോത്സവത്തിന് പോയി. മുൻമന്ത്രി അന്തരിച്ച G. കാർത്തികേയൻ്റെ പേരിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു പുസ്തകം പ്രകാശിപ്പിച്ചു. ഒരു പുസ്തക ചർച്ചയിൽ പങ്കെടുത്തു. എന്നിട്ട് AK ആൻ്റണിയുടെ പരിപാടി നടക്കുന്ന സമയത്ത് ഇവിടെ കണ്ടോൺമെൻറ്റ് ഹൗസിലിരുന്ന് വാർത്താ സമ്മേളനം നടത്തി. KPCC യോഗം വൈകുന്നേരം 7:30 വരെ തുടർന്നിട്ടും അതിൽ ഒരു സമയം പോലും ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും VD സതീശൻ പോയില്ല. ഇതൊക്കെ പറയുമ്പോഴും പറയും കോൺഗ്രസിനകത്ത് ഗ്രൂപ്പുകളില്ല, കോൺഗ്രസ് എല്ലാം സർവ്വം സമാധാനമാണ് എന്ന്, സമാധാനമയമാണ്, സമാധാനപ്രിയരാണ്, വെള്ളരിപ്രാവുകളാണ് എന്ന് പറയുമെങ്കിലും ഇവർ തമ്മിലുള്ള ചേരിപ്പോര് തന്നെയാണെന്ന് കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ പുക ഉയരുന്നുണ്ട്. ഈ നേതാക്കൾ തമ്മിലുള്ള ചേരിപ്പോര് തന്നെയാണ് ഈ യോഗങ്ങൾ, രാഷ്ട്രീയകാര്യ സമിതി യോഗം നടക്കാതെ പോയതിന് പിന്നിലുള്ള കാരണം അതാണ്. അതുപോലെ തന്നെ VD സതീശൻ പിണങ്ങി നടക്കുകയാണ് എന്നതും പരമാർത്ഥമാണ്. കാരണം VD സതീശൻ കൊതിച്ചതൊന്നും കിട്ടിയില്ല. അതുമല്ല, ചില ആളുകളെ, സന്ദീപ് വാര്യരെ പോലുള്ള ആളുകളെ പാർട്ടിയിൽ എത്തിച്ചിട്ട് അവർക്ക് വാഗ്ദാനം ചെയ്ത കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കാനും VD സതീശന് കഴിഞ്ഞില്ല. അതവിടെ ഇടങ്കോലിട്ടു. സുധാകരനും സംഘവും ഇടങ്കോലിട്ടു. മുമ്പുണ്ടായിരുന്ന A ഗ്രൂപ്പും I ഗ്രൂപ്പുമല്ല ഇപ്പോഴുള്ളത് വ്യക്തികളുടെ ഗ്രൂപ്പുകളാണ്. ചെന്നിത്തലയ്ക്ക് ഒരു ഗ്യാങ് ഉണ്ട്, അതുപോലെ VD സതീശനൊരു ഗ്യാങ് ഉണ്ട്, സുധാകരനൊരു ഗ്യാങ് ഉണ്ട്. ഇങ്ങനെ ഈ ഗ്യാങ്ങുകളാണ് ഇപ്പോൾ നടത്തുന്നതും ഈ പാർട്ടിക്കുള്ളിലെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നതും നിയന്ത്രിക്കുന്നതും. ഇതിന് ഇപ്പോൾ സുധാകരൻ്റെ പക്ഷത്തുള്ള ആളുകൾ പറയുന്നത് ശരിയാണ്, അല്ലെങ്കിൽ അത് നീതിക്ക് നിരക്കുന്നതാണെന്നുണ്ടെങ്കിൽ ചെന്നിത്തലയ്ക്ക് ഇഷ്ടപ്പെട്ടതാണ്, ചെന്നിത്തലയും സംഘവും സുധാകരനെ പിന്തുണയ്ക്കും. തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്തുണ. പക്ഷേ VD സതീശനെ ഈ 2 കൂട്ടരും ഒരിക്കലും പിന്തുണയ്ക്കുന്നില്ല. കാരണം എന്താണ്? VD സതീശൻ ഇവരെ എല്ലാവരെയും ഒതുക്കിയിട്ട് ഇവരെ ഒരു മൂലക്കിരുത്തി അടുത്ത മുഖ്യമന്ത്രിയാകാൻ വേണ്ടി മോഹിച്ച് നടക്കുന്ന വ്യക്തിയാണെന്ന് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല പറഞ്ഞത്, പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ആളുകളൊക്കെ മുഖ്യമന്ത്രിയാകണമെന്ന് കോൺഗ്രസിൽ നിർബന്ധമൊന്നുമില്ല. ഇത് നേരെ ചെന്ന് കൊള്ളുന്നത് VD സതീശൻ്റെ നെഞ്ചത്ത് തന്നെയാണ് ഈ വാക്കുകൾ. ഏതായാലും കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഗ്രൂപ്പ് കളി സജീവമാണ്. വ്യക്തിഗത ഗ്രൂപ്പുകളുടെ പ്രളയമാണ് KPCC-ക്കുള്ളിൽ നടക്കുന്നത്. സമീപകാലത്തുണ്ടായ ഒരു പ്രതിപക്ഷ പാർട്ടിക്കും ഉണ്ടാകാൻ പാടില്ലാത്ത വിധത്തിലുള്ള അപമാനഭാരമാണ് വയനാട് ട്രഷററുടെ മരണത്തിലൂടെ KPCC-ക്കും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കും ഉണ്ടായിട്ടുള്ളത് എന്നതും പച്ച പരമാർത്ഥമാണ്. ഒരു ചിട്ടി തുടങ്ങണമായിരുന്നു. എനിക്കൊരു ബൈക്ക് വേണം. അതിവിടെ കിട്ടുമെന്ന് ആരാ പറഞ്ഞേ? സച്ചു പറഞ്ഞല്ലേ ഇവിടെ ചിട്ടി തുടങ്ങിയ ബൈക്ക് കിട്ടുമെന്ന്. അതിനു മുൻ ലൈസൻസ് ഒക്കെ ഉണ്ടോ? എനിക്കല്ല, അച്ഛനാ. ഇപ്പൊ എന്റെ അടുത്ത് ഇത്രയുണ്ട്. അച്ഛന് ബൈക്ക് വാങ്ങാൻ വന്നതാ മോൻ. ഇത്തരം കൊച്ചു കൊച്ചു കരുതലുകളല്ലേ നമ്മുടെ വലിയ സമ്പാദ്യം. Sri Gokulam Chit and Finance.